ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് ഒബ്സർവേഷൻ. ഇന്ന് സെൽഫ് ഒബ്സർവേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. ആത്മപരിശോധന ആവശ്യമാണോ? നമ്മളിൽ എത്ര പേർക്ക് ആത്മപരിശോധനയെ പറ്റി അറിയാം? എനിക്ക് പഠിക്കുന്ന സമയത്ത് ബി.എഡിന് പഠിക്കുമ്പോഴൊക്കെ അറിയായിരുന്നു എന്താണ് സെൽഫ് ഒബ്സർവേഷൻ എന്നുള്ളത്. പിന്നെ ഞാൻ മറന്നുപോയി. അതൊക്കെ പഠിച്ചു, അങ്ങനെ കഴിഞ്ഞു. എഡ്യൂക്കേഷൻ സൈക്കോളജി ഒക്കെ പഠിച്ചു, എല്ലാം കഴിഞ്ഞു. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഓർമ്മയുണ്ടാവും. പിന്നെ നമ്മുടെ ലൈഫിൽ ഇത് ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് ഇതൊക്കെ അന്ന് പഠിച്ചതായിരുന്നല്ലോ, പക്ഷെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരിക. അപ്പോൾ പുസ്തകത്തിൽ നമ്മൾ പലതും പഠിക്കും, പക്ഷെ ലൈഫിൽ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകും അല്ലേ? അത് റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു 1 or 2 years ബിഫോറാണ് സെൽഫ് ഒബ്സർവേഷനെ പറ്റിയിട്ട് കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടാണ്. അത് നമ്മൾ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യാനാണ് പറഞ്ഞത്, ദ എൻഡ് ഓഫ് ദ ഡേ. പക്ഷെ അതും ഈ ഇടയ്ക്ക് ഞാൻ മറന്നുപോയി. അപ്പോഴാണ് ന്യൂസ് പേപ്പറിൽ ഒരു തോട്ട് ഓഫ് ദ ഡേ എന്നുള്ളതായിട്ട് കണ്ട് സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ അതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ട്. നിങ്ങളെല്ലാവരും ആത്മപരിശോധന ചെയ്യുന്ന ആൾക്കാരാണോ? ആത്മപരിശോധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈക്കോളജിക്കൽ മെത്തേഡായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം ഇൻട്രോസ്പെക്ഷൻ നമ്മളിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ശരിക്കും ഇൻട്രോസ്പെക്ഷൻ? ഇപ്പോൾ പണ്ടൊക്കെ പറയും നമ്മൾ വൈകുന്നേരം കിടന്ന് ഉറങ്ങുമ്പോൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് എന്തൊക്കെ കറക്റ്റ് ആയിരുന്നു, എന്തൊക്കെ നമുക്ക് മാറ്റം വരുത്താം എന്നുള്ളത് ഒന്ന് പരിശോധിക്കണമെന്ന്. ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് എപ്പോഴും നമ്മളെ ഇഷ്ടമാണല്ലോ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ തെറ്റ് മനസ്സിലാക്കാറുമില്ല. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മൾക്ക് നമ്മളെ ഇഷ്ടമാണല്ലോ, വേറെ ആർക്കും ഇഷ്ടമല്ലെങ്കിലും. അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഗാർലിക്കോ ജിഞ്ചറോ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ മിക്ക കറികളും ഗാർലിക്കും ജിഞ്ചറൊക്കെ ഒഴിവാക്കാറുണ്ട് ചിലവർ കേട്ടോ, എല്ലാവരും അല്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകേണ്ടി വന്നു എന്ന് വെച്ചാലും നമ്മളതൊക്കെ ഓക്കെ, നമ്മളതിൽ കൂടെ കടന്നുപോയി എന്നുള്ളതൊക്കെ ആ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ നമുക്ക് ഓർക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ഇൻട്രോസ്പെക്ഷന് എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക വെച്ചാൽ, വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽഫ്. ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയല്ലായിരുന്നു ഡീൽ ചെയ്യേണ്ടിയിരുന്നത്. കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി നാരോ മൈൻഡഡ് അല്ലാതെ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമ്മുടെ തോട്ട്സിനെ കൊണ്ടുപോയി നമുക്ക് ആ സിറ്റുവേഷൻ കുറച്ചും കൂടി സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു എന്ന് നമുക്ക് ഒരു ഇൻട്രോസ്പെക്ഷനിലൂടെ മനസ്സിലാവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ. പിന്നെ ചിലർ ഇൻട്രോസ്പെക്ഷനായിട്ട് ജേർണലിങ് ചെയ്യും. ജേർണലിങ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അതൊരു സ്പെഷ്യൽ അനുഭവമാണ് കേട്ടോ. നമ്മൾ ജേർണൽ ചെയ്തിട്ട് പിന്നെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും, ഓഹോ നമ്മൾ ഇതിൽ നിന്നൊക്കെ കടന്നു പോയോ, ഇതിലേക്ക് നമ്മൾ എന്താ പറയുക ഈസി ആയിട്ട് കടന്നു പോയാൽ ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ ലൈഫിലെന്ന്. ഇനി നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ തന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു പ്രത്യേക സമയം വേണോ, അല്ലെങ്കിൽ അതിനൊരു റെഗുലർ ആ ഒരു റുട്ടീനായിട്ട് കീപ്പ് ചെയ്യണോ ചോദിച്ചാൽ അത് കീപ്പ് ചെയ്യണത് ഭയങ്കര നല്ലതാണ് ഇൻട്രോസ്പെക്ഷനും. അത് എവറി ഡേ യു ഹാവ് ടു ഗിവ് സം ടൈം ഫോർ യുവർ സെൽഫ്. ഒരു സെറ്റിംഗ് അസൈഡ് ആ ഒരു ഡേ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ പോലെയില്ലേ, കാലത്തോട്ട് വൈകുന്നേരം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്ന് മോർണിംഗ് എന്ത് ചെയ്തു, ഓക്കെ ഞാൻ കാലത്ത് നേരത്തെ എണീറ്റിട്ട് എന്ത് ചെയ്തു, ഓക്കെ പല്ലൊക്കെ തേച്ചു, ഒന്ന് ഉഷാറായി ഫ്രഷ് അപ്പ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കിങ്ങിന് പോയി, അതുമല്ലെങ്കിൽ എന്ത് ചെയ്തു, ഓഫീസിൽ പോകാൻ ഡ്രസ്സ് മാറി, അങ്ങനെ വാട്ട് എവർ യു ഹാവ് ഡൺ ഫ്രം മോർണിംഗ് ടു നൈറ്റ്, ജസ്റ്റ് ഗോ ത്രൂ യുവർ മൈൻഡ്. നമ്മൾ മനസ്സിൽ കൂടെ ഒന്ന് കൊണ്ടുപോവാ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇതിന് വലിയ പൈസ ചിലവില്ല അല്ലേ, ഇതിനൊരു പൈസയും ചിലവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് 5 പൈസ കൊടുക്കണ്ട, കാരണം ഇത് ഫ്രീ ആണ്, നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് ഈസ് യു ഹാവ് ടു ഒബ്സർവ് യുവർ തോട്ട്സ്. നമ്മളുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യണത് മാത്രമല്ല, അതിലുള്ളത് നമ്മുടെ ഡേ ടു ഡേ ഡെയിലി റുട്ടീനിന് കൂടി നമ്മൾ ഒന്ന് മനസ്സിൽ കൂടെ കൊണ്ടുപോകണ്ട അല്ലേ. ഇന്ന് കാലത്തൊട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും കൂടി നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ ഷെഡ്യൂൾ പ്രകാരം ഓർക്കുന്നുണ്ട്. ഇത് നമുക്ക് മെമ്മറി പവർ കൂട്ടില്ലേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒബ്സർവേഷൻ നടക്കുന്നുണ്ട്. ഇൻട്രോസ്പെക്ഷനിൽ നമ്മുടെ ഒബ്സർവേഷൻ, നമ്മുടെ മൈൻഡ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് വാട്ട് യു ഹാവ് ഡൺ ഫ്രം ദ മോർണിംഗ് ടിൽ നൈറ്റ്. ഇനി രണ്ടാമത്തെ കാര്യം അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിങ്ങനെ ചെയ്താൽ ശരിയായിരുന്നു, അല്ല കുറച്ചും കൂടി നന്നായി ചെയ്യായിരുന്നു. ഇപ്പം ഞാനൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഓക്കെ ഇന്ന് ഞാൻ ഇതായിരുന്നു ഞാൻ ചെയ്ത കാര്യം,
പക്ഷേ ഇതെനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു നാളേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കോ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇത് നമ്മളുടെ റുട്ടീനിൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ നമ്മുടെ റുട്ടീനിൽ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുറേ ക്യാരക്ടേഴ്സ് മാറ്റാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടിയും നമുക്ക് എന്താ പറയുക, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാനത് പഠിച്ചതുപോലും മറന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ ആണ് കേട്ടോ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ തോട്ട്സിനെ കോൺഷ്യസ് ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്നു, എക്സാമിൻ ചെയ്യുന്നു നമ്മളുടെ കാര്യങ്ങൾ. പിന്നെ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വെരിഫിക്കേഷൻ ഒന്നും കിട്ടില്ല. ബിക്കോസ് വി ലവ് അവർ സെൽഫ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനൊരു വെരിഫിക്കേഷൻ കിട്ടില്ല. ബിക്കോസ് വി ആർ ദ പേഴ്സൺ അനലൈസിങ്, ഒബ്സർവിങ്. നമ്മൾ നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇപ്പോൾ ഇയാൾ ഈ ഫ്ലവറിനെ ഒബ്സർവ് ചെയ്യുന്നു ആൻഡ് ഹിസ് തോട്ട് ഇറ്റ്സ് എ ബ്ലൂമിങ് ഫ്ലവർ എന്നുള്ളത്. പക്ഷെ ഇതൊരു വെരിഫൈ ചെയ്യാനായിട്ടൊരു പ്രത്യേകം ടൂളൊന്നുമില്ല. അതൊരു ഡിമെറിറ്റ് പോലെ ആണ് ഇതിൽ കാണുന്നത്. ഇറ്റ്സ് എ സ്കിൽ. നമ്മൾ നമ്മളെ തന്നെയാണല്ലോ വെരിഫൈ ചെയ്യുന്നത്, നമ്മൾ നമ്മളെ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ നമ്മളുടെ തോട്ട്സിനെയാണ് അനലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു സെൽഫ് റിഫ്ലക്ഷൻ ടൈമാണ്. നമ്മളുടെ തോട്ട്സിനെ, നമ്മളുടെ ഫീലിങ്സിനെ, നമ്മുടെ ഇമോഷനെ ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈമാണ് ഈ ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള ടൈം. ഇതിന് നമ്മൾക്ക് പുറത്തൊരാളുടെ ഹെൽപ്പും ആവശ്യമില്ല. നമ്മളുടെ ടൈം, നമ്മളുടെ ഒബ്സർവേഷൻ പാറ്റേൺ അതിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കുറച്ച് നേരം കണ്ണടച്ച് ആലോചിച്ചാൽ മതി. പണ്ടൊക്കെ, വളരെ പണ്ടൊക്കെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അമ്മമ്മയൊക്കെ പറയും, ഉറങ്ങണേറ്റ് മുമ്പ് കാലത്തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഓക്കെ, അതൊരു പഠനമായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ തന്നെ അന്നൊക്കെ നല്ല ഇഷ്ടമായിരുന്ന സമയമായതുകൊണ്ട് ഞാൻ ഉം, എന്താ എനിക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് തോന്നിയിട്ടില്ല. ബിക്കോസ് ഐ ഫീൽ ഐ എം ദ ബെസ്റ്റ് എന്ന് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അത് എല്ലാവർക്കും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലേ. പിന്നെ ജീവിതം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും സംതിങ് വി നീഡ് ടു ഇംപ്രൂവ് എന്നുള്ളത്. അതൊരു കോൺഷ്യസ് മൈൻഡ് തിങ്ക് ചെയ്യണതാണ്, വി ഹാവ് ടു ഇംപ്രൂവ് സംതിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് സെൽഫ് റിഫ്ലക്ഷൻ്റെയും ഇതിൻ്റെയും ഇൻട്രോസ്പെക്ഷൻ്റെയും ഇത് വരുന്നത്. കാശ് ചിലവില്ല, നമുക്ക് വേറൊരാളുടെ അടുത്ത്, ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നും നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം, നമ്മൾ അനലൈസ് ചെയ്യാം, വാട്ട് ഐ ഷുഡ് ഇംപ്രൂവ് എന്നുള്ളത് മനസ്സിൽ കൊണ്ടുവരാം. നെക്സ്റ്റ് അതിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇന്ന് എനിക്കിപ്പോൾ യോഗ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഐ മിസ് ദ ടൈം. ഞാൻ ആ ടൈം മിസ്സായിപ്പോയി. സോ വാട്ട് ഐ ഹാവ് ടു ഡു, ഇന്നത്തെ എൻ്റെ ഒരു ഇൻട്രോസ്പെക്ഷൻ അനുസരിച്ച് ഞാൻ ഒന്നും കൂടി എൻ്റെ ടൈമിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, എൻ്റെ കുക്കിംഗ് കറക്റ്റ് സ്ലോട്ടിൽ വന്നേനെ, എനിക്ക് യോഗ ചെയ്യാൻ പറ്റിയേനെ എന്ന്. ഇനിയും ടൈമുണ്ട്, ഐ ക്യാൻ ഡു ഇറ്റ്. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് ഈ ഇൻട്രോസ്പെക്ഷനിലൂടെ കണ്ടുപിടിക്കാം. എന്നിട്ട് കോൺഷ്യസ് ആയിട്ട് തന്നെ എഫേർട്ട് എടുക്കുക നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടി. പിന്നെ നമ്മൾ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുമ്പോൾ സെൽഫ് എംപതി കുറച്ച് കൂടും. നമ്മൾക്ക് എന്താ ഒരു കേപ്പബിലിറ്റി, അതിനുള്ള നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കൂടും, സെൽഫ് അവെയർനെസ് കൂടും. അതുവഴി കുറച്ചും കൂടി ഡിസിപ്ലിൻ ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ ആൾ ചെറുതൊന്നല്ല. എവറി ഡേ ഇഫ് യു പ്രാക്ടീസ് ഇറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ 5 minutes ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ലൈഫ്. ആ ലൈഫിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇൻട്രോസ്പെക്ഷന് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഞാൻ മറന്നുപോയ സാധനമാണ് ഇൻട്രോസ്പെക്ഷൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയൊരു നല്ലൊരു ടെക്നിക്കായിരുന്നു. ബട്ട് ഐ മിസ്ഡ് ഇറ്റ്. സംഹൗ ഐ റീഗെയിൻഡ് ദാറ്റ്. സോ ഐ തോട്ട് ടു ഷെയർ ദാറ്റ് വിത്ത് യു. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ. അപ്പോൾ എല്ലാവരും ഇൻട്രോസ്പെക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യണവരാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുള്ളതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് ഹൗ ഡു യു പ്രാക്ടീസ് എന്ന്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഡേ പോയത്, എങ്ങനെയാണ് എൻ്റെ ഡേയ്സ് റീഷെഡ്യൂൾ ചെയ്തത്, ആൻഡ് ഹൗ ഇറ്റ് ഹെൽപ്പ് മീ ഫോർ ഫർദർ, അതും ഒന്ന് ജസ്റ്റ് എഴുതണേ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ.